നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് കരിയറും ഫിനാൻസും അതിനുള്ള റീഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റിക്വസ്റ്റ് വന്ന് ഞാൻ അത് ചെയ്യാറില്ല. പൊതുവെ ഞാൻ പേഴ്സണൽ റീഡിങ്ങിലാണ് കരിയറും ഫിനാൻസും നോക്കാറ്. പക്ഷേ ഇപ്പോൾ എന്നോട് ജനറൽ റീഡിംഗ് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അപ്പോൾ ആ പേഴ്സൺ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അതിന് അനുകൂലമായ ഒരു മറുപടി കിട്ടുമോ എന്നാണ് ആ പേഴ്സൻ്റെ ചോദ്യം. അതിനാണ് റീഡിംഗ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ നിങ്ങളുടെ ഈ 3 ജൂലൈ 2025 തൊട്ട് ഇന്ന് തേഴ്സ്ഡേ, അടുത്ത തേഴ്സ്ഡേ 10 ജൂലൈ 2025 വരെ നിങ്ങളുടെ കരിയറിൽ എന്താണ് നടക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടാണ് ചോദിക്കുന്നത്. ഈ ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ എനർജി എന്തായിരിക്കും? അതാണ് ഈ 3 കാർഡ്സ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങളുടെ പ്രൊമോഷൻ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള ടെസ്റ്റ് വല്ല എഴുതിയിട്ടിരിക്കണം, അതിന് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമോ, യെസ് ഓർ നോ ആണ് വരുന്നത്, അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമോ, അത് പ്രൊമോഷൻ അനുകൂലമായിട്ട് വരുമോ, സാലറി ഹൈക്ക് ഉണ്ടാകുമോ ഇല്ലയോ, ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു യെസ് ഓർ നോ വരുമോ, കിട്ടുമോ ഇല്ലയോ, അതാണ്. ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് നിങ്ങൾ, അതിനുള്ള മറുപടി ആ പേഴ്സൺ അതാണ് ചോദിച്ചത്. അതിനുള്ള മറുപടി പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ്, അപ്പോൾ യെസ് ആയിരിക്കുമോ നോ ആയിരിക്കുമോ, ഇത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ആരോടെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സഹായം കിട്ടുമോ ഇല്ലയോ, അത് യെസ് ഓർ നോ. പിന്നെ നിങ്ങൾക്കൊരു പുതിയ സംരംഭം തുടങ്ങാനാകുമോ, അത് യെസ് ഓർ നോ. അതാണ് നിങ്ങളുടെ ഫിനാൻസിൻ്റെത്. ബാക്കിയെല്ലാം കരിയറും ഫിനാൻസും മിക്സ്ഡ് ആണല്ലോ. നമ്മൾ ബിസിനസ് ആണെങ്കിൽ അതൊരു കരിയറാണല്ലേ. അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1ാമത്തെ കാർഡ്, 2ാമത്തെ കാർഡ്, 3ാമത്തെ കാർഡ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. സെലക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ 2ാമത്തെ കാർഡ് മാറ്റുകയാണ്, 3ാമത്തെ കാർഡ് മാറ്റുകയാണ്. എല്ലാവർക്കും കംപ്ലൈൻ്റ് ആണ്, ഞാൻ കരിയർ ചെയ്യാറില്ല, എപ്പോഴും റിലേഷൻഷിപ്പ് മാത്രമേ ചെയ്യുള്ളൂ. കാരണം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരാറ്. മാഡം ചിലർ വിളിച്ച് കരയും. അപ്പോൾ എനിക്ക് റിലേഷൻഷിപ്പാണ് കൂടുതൽ ആളുകൾക്ക് വേണ്ടതെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻഷിപ്പ് വന്നിട്ട് ഇന്ന് എന്തായാലും കരിയർ ചെയ്യാം. എല്ലാ വ്യാഴാഴ്ചയും കരിയർ ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാം ദൈവത്തിന് ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് അവരുടെ എനർജിയാണിത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഇത് അടുത്ത വ്യാഴാഴ്ച വരെയുള്ള നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് ഈ വരുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഇനി നമുക്ക് കാർഡ്സ് എടുക്കാം. ഭഗവാനെ, ഓം നമ ശിവായ. 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഭഗവാനെ, കാർഡ് മറിഞ്ഞാൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം തുടങ്ങുന്നുണ്ട്. നോക്കാം, കുറച്ചൊരു എനർജി. ഓക്കെ, 2 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിലല്ല, ഞാൻ കരിയറിൻ്റെ ഇതിലാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പുതിയതായിട്ട് വരുന്നുണ്ട്, അടുത്ത് തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലോ പുതിയ എന്താ വെച്ചാൽ ബിസിനസ്സിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ഉപേക്ഷിച്ച് വേറൊരു ജോലിക്ക് കയറുന്നതായിരിക്കാം. എന്തായാലും അതൊരു പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് പോവാണ്. നിങ്ങളുടെ എനർജി കരിയറിലെ
ഓക്കെ. ഭയങ്കര അടിപിടിയാണ്, ഭയങ്കര പൊളിറ്റിക്സ് ആണ് നിങ്ങളുടെ ചുറ്റും കേട്ടോ. അപ്പം നിങ്ങൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയാണ്. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ശമനമുണ്ട് അതിന്. പക്ഷെ അത് നിങ്ങൾ ഇൻവോൾവ് ആവാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ചുറ്റും ഭയങ്കര പൊളിറ്റിക്സ് ആണ് നടക്കുന്നതെന്നാണ് പറയുന്നത്, കാർഡ്സ് പറയുന്നത് കേട്ടോ. ഭയങ്കര അടിപിടി, ഭയങ്കര കോമ്പറ്റീഷൻ, ഒരാൾ മറ്റേയാളെ വളരാൻ സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷൻ. ഇപ്പം നമ്മളെ കൊളീഗ്സ് നമ്മളെ ഫ്രണ്ട്സായിട്ട് പെരുമാറിയാലും അവർ നമുക്ക് ഒളിച്ചിരുന്ന് പാര വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം. ഓക്കെ. അപ്പം ഹാപ്പി അല്ല നിങ്ങൾ കറണ്ട് സിറ്റുവേഷനിൽ എന്നൊരു ഇത്. ഓക്കെ. നിങ്ങൾ ഇതിൽ സ്റ്റക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് ഈ സിറ്റുവേഷൻ ഒരു വ്യത്യാസം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് നിങ്ങളുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം, ഇതിൽ എനിക്ക് തുടരാൻ പറ്റില്ല ഇങ്ങനത്തെ സിറ്റുവേഷനിൽ, ഇതിലൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വന്നേക്കുന്നത് പൈസിസ് സോഡിയാക് സൈൻ ആണ് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ, ഇത് കൊളീഗ്സിൻ്റെ ഇത് കാണിച്ചത് കൊണ്ട്, ഒരു പൊളിറ്റിക്സ് കാണിച്ചുകൊണ്ട്, ഞാൻ ആദ്യത്തെ ചോദ്യം, ഈ ഇവരുടെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ഓഫീസിലുള്ള കൊളീഗ്സിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഈ ബിഹേവിയറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഉണ്ടാവുമോ എന്ന് നമ്മൾക്ക് ആദ്യം തന്നെ ചോദിക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ കാര്യം പലതരത്തിലുണ്ടാവാം. ഒരു പ്രൊമോഷൻ്റെ സമയത്ത് കോമ്പറ്റീഷൻ, ഒരു സാലറി ഹൈക്കിൻ്റെ സമയത്ത് കോമ്പറ്റീഷൻ, ഒരു ജോലി ശരിക്ക് ചെയ്യാത്ത ആൾ മറ്റുള്ളവർക്ക് പാര വയ്ക്കുന്ന ഒരു കോമ്പറ്റീഷൻ, എന്തുമാവാം. നമുക്കതൊരു യെസ് ഓർ നോ ചോദിക്കാം. നിങ്ങളുടെ ഈ ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി ഇവിടെ ഒരു ശമനം ഉണ്ടാകുമോ? എന്തെങ്കിലും വ്യത്യാസമുണ്ട്? പോസിറ്റീവ് വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ ഓഫീസ് പൊളിറ്റിക്സോ മാനേജ്മെൻറ്റ് നിങ്ങളുമായിട്ടുള്ള പ്രശ്നത്തിലോ കേട്ടോ? അതാണ് ചോദിക്കുന്നത്. ഇവിടെ നോ ആണ് പറയുന്നത്, മനസ്സിലായോ? ഇത് ഇങ്ങനെ തന്നെ തുടരാനാണ് ചാൻസ്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ചില സമയത്ത് നേരായ ഫൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും. ചിലർ വെറുതെ പൊളിറ്റിക്സ്, അവർക്ക് സമയം, ഇപ്പം നമ്മൾ ചിലപ്പോൾ കോമഡി എന്താ പറയുക, വെബ് സീരീസ് ഒക്കെ കാണുമ്പോൾ ഫ്രണ്ട്സിനെ വെറുതെ കളിയാക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്ന, മനഃപൂർവ്വം ഒരു ടൈം പാസിന് വേണ്ടി, അങ്ങനത്തെ കുറേ ആളുകളെ കാണാറുണ്ട്. ഞാൻ അവരെ കുറ്റം പറയില്ല, നമ്മൾക്ക് കാണുമ്പോൾ ചിരി വരും. പക്ഷെ എന്നാലും അത് നമ്മൾക്ക് അതൊരു അനുഭവം വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം അതുപോലെ കുറേ ആളുകളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. അവരിത് നിർത്തില്ല എന്നാണ് പറയുന്നത്. അവർക്കൊരു എൻജോയ്മെൻറ്റ് വേണ്ടിയിട്ടാണ്. ജോലിയുടെ ഇടയ്ക്ക് ആർക്കെങ്കിലും പണി കൊടുത്ത് അവരുടെ സങ്കടം കണ്ട് എൻജോയ് ചെയ്യുന്ന കുറേ ആളുകൾ നിങ്ങളുടെ മുമ്പിൽ. അവർക്ക് നിങ്ങളോട് സഹതാപമൊന്നുമില്ല, മനസ്സിലാവുണ്ടോ? അവർക്കൊരു ടൈം പാസ്സാണ്. അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് കുറേ ആളുകൾ വേറെയുണ്ട്. അപ്പോൾ കുറേ ആളുകൾ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് അക്വേറിയസ്, ഏരീസ്, സോഡിയാക് സൈൻ ആണ്. അപ്പോൾ ഇവിടെ നോ ആണ് വരുന്നത്. അവരുടെ ക്യാരക്ടറിലൊന്നും ഒരു വ്യത്യാസം വരില്ല എന്നാണ് പറയുന്നത്. അതിങ്ങനെ തന്നെ അവർ തുടരും. കാരണം അവർ സ്വഭാവം മാറ്റാൻ വേണ്ടി ഉള്ള ആളുകളല്ല, മനസ്സിലായോ? ഇവിടെ ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം എന്നാണ് പറയുന്നത്, മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയുക, ഒരു 6 ഓഫ് സ്വേർഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു മൂവിങ് ഓൺ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സാന്ന് പറയുന്നവർ പോലും ഉള്ളിൽ ചിരിക്കുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങളെ കളിയാക്കി ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഇത് ഏതോ ഒരാൾ പർട്ടിക്കുലർ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കാം. ഇനിയിപ്പോൾ പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും. നിങ്ങളിപ്പോൾ ഒരു പ്രൊമോഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമോ? ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് പ്രൊമോഷനൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ആണ്. അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിന് കുറച്ച് സമയം എടുക്കും. ഇവിടെ കാപ്രിക്കോൺ, സോഡിയാക് സൈനും വന്നിട്ടുണ്ട്. ഇതൊരു ഡെവലിഷ് എനർജി, ഒബ്സസീവ് ആണ്. അപ്പം ചില സമയത്ത് എന്താ പറ്റുമെന്നറിയോ, നമ്മളിപ്പോൾ ഒരു മാനേജ്മെൻറ്റിൽ ഒരാൾക്ക് നമ്മളെ ഇഷ്ടമാണെങ്കിൽ അതും നമുക്ക് പാരയായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ പേഴ്സൻ്റെ സെയിം ലെവലിൽ വരിക, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിപ്പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അത് ഈ പേഴ്സൺ ഇഷ്ടമാവില്ല. അപ്പോൾ നിങ്ങളുടെ പ്രൊമോഷൻ ചിലർ ബ്ലോക്ക് ചെയ്യും, നിങ്ങളെ ആ പേഴ്സൻ്റെ കൺട്രോളിൽ തന്നെ നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ടീമിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട്, മനസ്സിലായി? അതൊക്കെ നമുക്ക് പണിയാവും. പക്ഷെ അവർ
അത് ആലോചിക്കുന്നില്ല, അവരുടെ സ്വാർത്ഥം. ഇവിടെ ഒബ്സഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളോട് ഓഫീസിൽ ആർക്കോ ഒരു ഒബ്സഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ, റിലേഷൻഷിപ്പിൽ ആയിരുന്നെങ്കിൽ, ഓഫീസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര വൈരാഗ്യ ബുദ്ധിയുള്ള ആളാണ്. നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടാനോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകാൻ ആ പേഴ്സൺ സമ്മതിക്കില്ല എന്നാണ് കാണിക്കുന്നത്. കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ഒരു സാലറി ഹൈക്ക് ഉണ്ടാവുമോ? ഈ ഞാൻ പറഞ്ഞ പോലെ 3-ാം തീയതി വ്യാഴാഴ്ച തൊട്ട് അടുത്ത 10-ാം തീയതി വ്യാഴാഴ്ച വരെയുള്ള കാര്യമാണ് പറയുന്നത്, ജൂലൈ തന്നെ കേട്ടോ. ഇവിടെ ഒരു സാലറി ഹൈക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പം ഇതിൽ ഇനിയിപ്പോൾ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ മുകളിലേക്ക് പോകാനാണ്. അപ്പോൾ ഇവിടെ നോ ആണ് വന്നെങ്കിലും യെസ്, ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾക്കൊരു സാലറിയിൽ കുറച്ച് പൈസ വരാനായിട്ട്, ഒരു ഹൈക്ക് കിട്ടാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന PF മണിയോ, അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഇതുവരെ എത്രയോ പെർസെൻറ്റേജ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ബാക്കി പൈസ പെൻഡിങ് ആയിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ വന്നു ചേരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കുറച്ച് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ അതിനൊരു കൺഫർമേഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ അത് അപ്രൂവൽ ആയിട്ടുണ്ട് എന്ന് വരാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മോശമാകില്ല നിങ്ങളുടെ സാലറിയുടെ കാര്യമെന്നാണ് പറയുന്നത്. ഇവിടെ ജെമിനി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്, ഒരു 2 ഓഫ് കപ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന അത്രയുമുള്ള തരത്തിലുള്ള ഒരു ഹൈക്കൊന്നും ആയിരിക്കില്ല, എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ബെറ്റർമെന്റ് ആയിരിക്കില്ല. പക്ഷെ ഒരു ബെറ്റർ സിറ്റുവേഷൻ വരുന്നുണ്ട്. കുറച്ച് പൈസ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് എവറി മന്ത് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഈ പെൻഡിങ് കിടക്കുന്ന പൈസ ചിലപ്പോൾ വന്നു തരാനുള്ള ഒന്നില്ലെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടും, അല്ലെങ്കിൽ ആ പൈസ നിങ്ങളുടെ അടുത്തേക്ക് വരും ഒരാഴ്ചക്കുള്ളിൽ എന്നാണ് കാണിക്കുന്നത്. ട്രാൻസ്ഫറിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ കിട്ടാനുള്ള വല്ല ചാൻസും ഉണ്ടോ? ഇവിടെ ജെമിനി സോഡിയാക് സൈൻ ഉണ്ട്. ട്രാൻസ്ഫർ കിട്ടാനുള്ള വല്ല ചാൻസും ഉണ്ടോ? ഇവിടെ ട്രാൻസ്ഫറിന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ഓവർ കമ്മിറ്റഡ് ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ നിങ്ങളിപ്പോൾ പെൻഡിങ്ങിലിരിക്കുന്ന ജോലികൾ മുഴുവൻ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്കൊരു ട്രാൻസ്ഫറിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പം നിങ്ങളുടെ ജോലികൾ ട്രാൻസ്ഫർ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരുന്ന ജോലികൾ മറ്റേ വരുന്ന ആള് ചെയ്തോളും എന്ന് വിചാരിച്ച് നിങ്ങൾ പെൻഡിങ് വെച്ചിരുന്ന ജോലികൾ നിങ്ങളോട് അവർ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു കൊടുത്താലേ നിങ്ങളുടെ ട്രാൻസ്ഫർ അപ്രൂവൽ ആവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു വഴി നോക്കണം, മനസ്സിലായി. ഫിനാൻഷ്യലി ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണ്, പ്രൊമോഷനോട് കൂടിയ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ മാനേജർ നിങ്ങളെ അങ്ങനെ കൈവിട്ട് കളയാൻ ഇൻട്രസ്റ്റ്, കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ പെൻഡിങ് വർക്ക് വെച്ചിട്ടുണ്ട്, അതെല്ലാം തീർന്നു കഴിഞ്ഞാൽ, കാരണം ഹയർ മാനേജ്മെന്റ് ട്രാൻസ്ഫറിന്റെ കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മാനേജറിനൊക്കെ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും പെൻഡിങ് വർക്ക് ഉണ്ടോ, എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ എന്നൊക്കെ. അപ്പോൾ ഇവരെന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഇനിയും കുറച്ച് നാളും കൂടെ ഡിലേ ആവാനുള്ള ചാൻസ്. അപ്പോൾ ചെയ്യാനുള്ള ജോലികൾ, പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുന്ന ജോലികളെല്ലാം ചെയ്തു തീർക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അയച്ചിട്ടുള്ള ലെറ്ററിന് പോസിറ്റീവായിട്ടുള്ള എന്ത് ലെറ്റർ ആണോ നിങ്ങൾ അയച്ചിട്ടുള്ള അതിന് മറുപടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായ മറുപടി നിങ്ങൾക്ക് കിട്ടുമോ? ഞാനെല്ലാം നെഗറ്റീവാണെന്ന് വിചാരിച്ച് ഞാനത് തിരിച്ചപ്പോൾ പിന്നെ നെഗറ്റീവ് വരുന്നുണ്ടോ? അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക, ലെറ്ററിനുള്ള മറുപടി വരുമെന്ന് വെച്ചപ്പോൾ അത് യെസ് എന്ന് പറഞ്ഞ കാർഡ് റിവേഴ്സ് നോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ സമയം എടുക്കും എന്നാണ് പറയുന്നത് റെസ്പോൺസിന്. അതൊരു പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പോസിറ്റീവ് ആശയ്ക്ക് വകയുണ്ട്, പക്ഷെ തൽക്കാലം ഒരു കൺഫർമേഷൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ചിലപ്പോൾ അവർ സമയം കൂടുതൽ വേണമെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കുറച്ചും കൂടെ സമയം ഞങ്ങൾക്ക് വേണം ഇതിന്. ഇപ്പം ചിലപ്പോൾ അത് ഡീൽ ചെയ്യുന്ന ആള് അവിടെ ലീവിൽ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ പേഴ്സൺ വന്നാൽ ഇവർക്ക് ഒരു കൺഫേം ആയിട്ടുള്ള ഒരു റിസൾട്ട് യെസ് ഓർ നോ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രോത്ത് ഇല്ല ഇതിനപ്പോൾ ഇത് ടെൻഷൻ അടിച്ച് നിൽക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ഗ്രോത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. എംപ്രസ് റിവേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ എംപ്രസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ എംപ്രസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ഭൂമിയാണ്, ഭൂമി ഫെർട്ടൈലാണ്. അത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ അത്ര വലിയ ഒരു പോസിറ്റീവ് റിസൾട്ട് വരാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. തൽക്കാലത്തേക്ക് അവർ യെസ് ഓർ നോ പറയുന്നില്ല നിങ്ങളോട്, അത് സമയമെടുക്കും. പക്ഷെ ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ വരുന്നത് നോ ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആരോടെങ്കിലും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വന്നു, ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാര്യത്തിന് ആവശ്യപ്പെട്ട സഹായത്തിന് പോസിറ്റീവ് മറുപടി വരുമ്പോൾ യെസ് വന്നു. ആദ്യമായിട്ടൊരു യെസ് വന്നേക്കുക ഇവിടെ, അത് കൺഫേംഡ് യെസ് ആണ്, നല്ലൊരു കാർഡുമാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോടായിരിക്കും നിങ്ങളൊരു ഹെൽപ്പ് ചോദിച്ചേക്കുന്നത്. കാരണം ഇവിടെ 6 ഓഫ് കപ്സ് ആണ് കാണുന്നത്. 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്ന, അല്ല ഫ്രണ്ട്ഷിപ്പ്
ഫ്രണ്ട്സിൻ്റെ ഒരു അടുപ്പം അതിനെ കാണിക്കുന്നതാണ് ഈ 6 ഓഫ് കപ്സ്. അപ്പോൾ ആ പേഴ്സൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ചോദിച്ചതിന് മറുപടി വരും. അതുപോലെ തന്നെ ആ പേഴ്സൺ നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു ഡിലേ ആവും, എന്നാലും അവർ സഹായിക്കും കേട്ടോ. ഇവിടെ ടവർ റിവേഴ്സാണ്. അപ്പോൾ ഇതൊരു വലിയൊരു കലാമിറ്റി. ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു പൈസ വേണമായിരിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ, അല്ലെങ്കിൽ വീട് മാറുക, പെട്ടെന്ന് വീട് മാറേണ്ടി വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ആർക്കെങ്കിലും എന്താ പറയുക ഫീസ് അടയ്ക്കേണ്ടി വരും എന്തെങ്കിലും കാര്യത്തിന്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒരു വലിയൊരു ടവർ മൊമെൻ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈസ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. സ്കോർപ്പിയോ ആണത്. പിന്നെ നിങ്ങൾക്ക് പുതിയ സംരംഭം തുടങ്ങാൻ പറ്റുമോ? അതാണ് മെയിൻ ചോദ്യം. നിങ്ങൾക്ക് ഈ ആഴ്ച ഒരു പുതിയ സംരംഭം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മേ ബി എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇത് നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നുണ്ട്. കാരണം ഇതൊരു മെജീഷ്യനാണ് കാണിക്കുന്നത്. അപ്പം മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ കൺകെട്ട് വിദ്യക്കാരനാണ്. അപ്പം നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ ഇതിന് നിങ്ങൾ ലോൺ അപേക്ഷിച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങാനാണ് ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോൺ തരുന്ന ആളുകളെ നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അവരെ കൺവിൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സംരംഭം തുടങ്ങാനുള്ള പൈസ കിട്ടുകയുള്ളൂ. മനസ്സിലാണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിൽ നമ്മൾ എന്താ പറയുക, മാർക്കറ്റിംഗ്, എന്ത് കാര്യവും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും അതിനുള്ള റിസൾട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് തന്നെ ആ ഒരു വിശ്വാസവും കോൺഫിഡൻസും വന്നാൽ, ഞാനിപ്പോൾ ഒരു പേന വിൽക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ആ പേനയിൽ വിൽക്കാനുള്ള എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിക്കണം, ഇതാണ് ബെസ്റ്റ് പേന. അത് ചീത്തയോ എന്തോ ആയിക്കോട്ടെ, എൻ്റെ പ്രോഡക്റ്റാണ്, ഇതാണ് ബെസ്റ്റ് പേന, ഇതിലും വല്ലൊരു പേന ഇല്ല. അങ്ങനത്തെ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാനത് മറ്റേയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, ഇത് നല്ല സമയമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ പുതിയ സംരംഭം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റണം. മേ ബി എന്നാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കണ്ടോ? അതെ, വീൽ ഓഫ് ഫോർച്യൂൺ, ഡോട്ടർ ഓഫ് പെന്റിക്കിൾസ്. പക്ഷെ എന്നാലും നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാം വളരെ പ്ലാനിങ്ങോട് കൂടെ മുമ്പോട്ട് പോകണം. എടുത്ത് ചാടരുതെന്നാണ് ഈ പേജ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പുതിയൊരു കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വളരെ ശ്രദ്ധയോടെ, അത് ചിലവാക്കാതെ വളരെ ശ്രദ്ധയോടെ അതിൻ്റെ എല്ലാ സൈഡും പഠിച്ചിട്ടേ ഇതിനകത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നിങ്ങൾ എടുത്തു ചാടി ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങണ്ട. എന്ന് വെച്ചാൽ ഈ ആഴ്ച നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇത് കിട്ടിയാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ എത്രത്തോളം ഇതിനു വേണ്ടി പരിശ്രമിക്കും, എത്രത്തോളം ഇതിനെ പഠിച്ച് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ സംരംഭം സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോവുകയും ഇത് സക്സസ്ഫുൾ ആകുകയും ചെയ്യുന്നതിൻ്റെ ആ ഒരു എൻഡ് അത് നിങ്ങളുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ജെമിനായി, സ്കോർപ്പിയോ ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. ടോറസ്, ലിബ്ര, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, Gemini, Capricorn, Taurus, Leo, Aquarius, Scorpio, Aries, Aquarius, Pisces. ഇത്രയും സോഡിയാക് സൈൻ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ഒന്നാമത്തെ റീഡിങ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ റീഡിങ് അത് നിങ്ങളുടെ എനർജിയാണ് ഈ കാണിക്കുന്നത്. ഭഗവാനെ, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് നമുക്ക് നോക്കാം. ഭഗവാനെ, ഇത് 3 ജൂലൈ 2025 തൊട്ട് 10 ജൂലൈ 2025 വരെയുള്ള സമയമാണ് കാണിക്കുന്നത് കേട്ടോ, നിങ്ങളുടെ കരിയറും ഫിനാൻസിനെ സംബന്ധിച്ച്. ഭഗവാനെ, അപ്പം നമ്മൾ ഈ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് മറുപടി തരാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഒരാഴ്ചക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് ഭഗവാനെ. ഒരു കാർഡ് വരാൻ പോയിട്ടത് തിരിച്ചു പോയി. ഓക്കെ,
ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം 4 കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ, നമ്മളുടെ കൊളീഗ്സിനോടാണെങ്കിൽ, മാനേജർ ആണെങ്കിൽ, നമ്മുടെ താഴെ എന്ന് വെച്ചാൽ ഞാനൊരു എംപ്ലോയർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു മാനേജറാണ്, ഞാൻ മാനേജിങ് സ്റ്റാഫ് ആണെങ്കിൽ നമ്മുടെ താഴെ നമ്മളെ താഴേന്ന് ഞാൻ പറയുന്നത് ശരിയാവില്ല, എംപ്ലോയീസിനോട് നമ്മൾ നാളെ അവർ ഉയർന്നു വരും, നമ്മളെ സെയിം ലെവലിലോ നമ്മളുടെ മുകളിലോ പോകുന്ന ആളുകളാണത്. അപ്പം അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് എന്ന് പറയുന്നതാണ് നല്ലത്. അവരോടൊക്കെ നല്ലതായിട്ട് സൗമ്യമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അഹങ്കാരത്തോടെ പെരുമാറരുതെന്ന് പറയുന്നുണ്ട്. അവർ നമ്മളുടെ അടിമകളല്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് കിട്ടിയേക്കുന്ന ഇപ്പം ചില സമയത്ത് നമുക്ക് ഒരു ദിവസം ഇപ്പം ക്വാളിറ്റി നോക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഓക്കെ, നമ്മൾ ക്വാളിറ്റി നോക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്വാളിറ്റി ചെയ്യുന്ന ആളുകൾ, ചെക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, ഒരു പ്രാവശ്യം നമ്മളെ മാനേജർ, ടീം ലീഡർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളോട് ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കുക, നീ നോക്കി നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ മാനേജറിൻ്റെ ഗമയിലാണ്. പിന്നെ നമ്മൾ ക്വാളിറ്റി അവർ നമ്മളുടെ കൊളീഗ്സാണ്, അതൊന്നുമല്ല, നമ്മൾ മാനേജറാണ്, അവരോട് ചടിക്കുക, അവരെ എങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരം കാണിക്കുക, അതൊക്കെ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് തന്നെ, കാരണം മാനേജ്മെന്റ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ. എംപ്ലോയീസ് ആണ് ഒരു കമ്പനിക്ക് ഇമ്പോർട്ടൻ്റ്, അവരാണ് ജോലി ചെയ്യുന്നത്, മറ്റുള്ളവരെ മാനേജ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ മാനേജ് ചെയ്യുന്നവരെ എപ്പോഴും നമുക്ക് പറഞ്ഞു വിട്ട് വേറെ ആളെടുക്കാം. ഈ എംപ്ലോയീസിലാണ് നമ്മളുടെ കംപ്ലീറ്റ് ഇത് കിടക്കുന്നത്. അപ്പോൾ അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ മെക്കിട്ട് കയറാൻ നിൽക്കരുതെന്നാണ് ചെറിയൊരു ഡയലോഗ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരോടും ക്ഷമിക്കാനും അവരുടെ തെറ്റുകൾ പൊറുക്കാനും, അതുപോലെ തന്നെ ചില സമയത്ത് അത് കണ്ടില്ല എന്ന് നടിക്കാനും ഭാവിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അതുപോലെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണണം. എല്ലാവരിലും ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. നാലാമത്തെ, മിസ്റ്റേക്ക് നമ്മൾ ചെയ്താലും, എത്ര ഉയരത്തിലിരിക്കുന്ന ആളാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, തുറന്നു പറയുക. അതിലൊരു കുറച്ചിലും വയ്ക്കണം. ഓക്കെ, എൻ്റെ കയ്യിലൊരു തെറ്റ് പറ്റി, നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ചെയ്യാം. ചിലർ അത് നല്ല വലിയ മീൻസ് എംപ്ലോയീസ് ആണെങ്കിൽ ചിലർ അത് വലിയ ഇതായിട്ട്, മാനേജറായിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ലേ എന്നൊക്കെയുള്ള ഡയലോഗ്. പക്ഷെ നമ്മൾ, അതാണ് സത്യസന്ധത. തെറ്റ് ചെയ്തു, ഒന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, തിരുത്താൻ ശ്രമിക്കുക, മനസ്സിലായോ? അത് മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് തെറ്റ് മറച്ചു വെക്കാൻ നോക്കരുത്. അത് നമ്മളുടെ ഒരു കവേർഡിസമാണ്, ഒരു ഭീരുത്വമാണ്. അത് പാടില്ല. നമ്മൾക്ക് മനസ്സിലായി നമ്മൾ തെറ്റ് ചെയ്ത്, അപ്പം തിരുത്താൻ നോക്കുക, മനസ്സിലായി? ആരോടെങ്കിലും ക്ഷമ ചോദിക്കണമെങ്കിൽ അത് ക്ഷമ ചോദിക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാതെ നമ്മൾ തെറ്റുകൾ ചെയ്തത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നന്നാകാൻ നോക്കിയിട്ട് കാര്യമില്ലെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഒരാഴ്ചത്തേക്കുള്ള എനർജി നിങ്ങളുടെ കരിയറിൽ ഇതായിരിക്കും നിങ്ങളുടെ എനർജി. മാനിപ്പുലേഷൻ, നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരോട് പൊളിറ്റിക്കലായിട്ട് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറേണ്ടി വരും. കുറച്ച് നുണ പറയുക, കുറച്ച് അഭിനയിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്നാലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. ഇത് ജെമിനി സോഡിയാക് സൈൻ ആണ്. അപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേരായ വഴിക്ക് നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ വളഞ്ഞ വഴി യൂസ് ചെയ്യേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത്രയുമുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ജഡ്ജ്മെൻറ്റ്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ, മറ്റുള്ളവരെ അവർ പോരാ, നീ ചെയ്ത് ചില സമയത്ത് മാനേജേഴ്സ് ഒച്ചി പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത്, നീ 2 പേരുണ്ടെങ്കിൽ ഒന്നാമത്തെ ആളോട് പറയും നീ ചെയ്യണ്ട, മറ്റേ ആൾ ചെയ്യട്ടെ, നിനക്ക് അധികം ആയിട്ടില്ല, പരിചയമില്ല. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഹേർട്ടാവും. അതൊരു പാരയായിട്ട് വരാനും ആ പേഴ്സൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ് പിന്നെ നമുക്കുള്ള പണി വരാൻ പോകുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിസിഷൻ, എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം തീരുമാനമെടുക്കേണ്ട, അത് കുറച്ച് വെയിറ്റ് ചെയ്യാനും, ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. ഈ ഒരാഴ്ച കാര്യമായ തീരുമാനങ്ങളൊന്നും എടുക്കരുത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ജെമിനിയും സ്കോർപ്പിയോയുമാണ് വന്നിരിക്കുന്നത്. പ്രൊമോഷൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമോ എന്ന് ചോദിക്കാം. നിങ്ങൾ പ്രൊമോഷൻ്റെ എന്തെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമോ എന്ന് ചോദിക്കാം. നിങ്ങൾ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിയേക്കുന്നതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമോ എന്ന് ചോദിക്കാം. നിങ്ങൾ പ്രൊമോഷൻ
പ്രൊമോഷൻ ടെസ്റ്റ് എഴുതിയിരിക്കുന്നതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുമോ എന്ന് നമുക്ക് ചോദിക്കാം. വിക്ടറി കാർഡ് കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് മീൻസ് ഫസ്റ്റ് എൻ്റെ കണ്ണിൽ മുമ്പിൽ വന്നത് ആ കാർഡാണ്. എന്നാലും ഞാനത് എടുക്കാതെ വന്ന കാർഡായതുകൊണ്ട് ഞാൻ അത് പിന്നെ തിരിച്ചിട്ടു. പക്ഷേ എന്നാലും പോസിറ്റീവ് അത് വന്നില്ല. എന്തായാലും ഇവിടെ ഓക്കെ, ഇത് മേ ബി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രൊമോഷന് ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈ ആഴ്ച വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ വിശ്വാസങ്ങൾ മാറ്റരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഓരോ വിശ്വാസങ്ങളുണ്ട് മാനേജ്മെന്റിനെ കുറിച്ചിട്ട്. നിങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അതെല്ലാം മാറ്റണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസം പോകരുതെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ആദ്യം നമ്മൾ ഭയങ്കര ഭയങ്കര ഇതായിട്ടൊക്കെ നിൽക്കുമെങ്കിലും പിന്നെ കുറച്ച് സമയം പോകും തോറും ഇതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് വെറുതെ സമയം കളണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യാണ്ട് നിൽക്കും. അപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞ അങ്ങനെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ആ കോൺഫിഡൻസ് വിടണ്ട, വിശ്വാസം കളയണ്ട എന്നാണ് പറഞ്ഞത്. വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ആ പോസിറ്റീവ് ഇതുണ്ടല്ലോ അത് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? നിങ്ങളുടെ കഴിവുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഈ പ്രൊമോഷന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രൊമോഷൻ കൊണ്ട് നിങ്ങൾക്ക് വലിയ ഒരു പവറൊന്നും കിട്ടാൻ വഴിയില്ല, അതുപോലെ വലിയ സാലറി വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് പറയുന്നത്. ഇത് പലർക്കുള്ള ചോദ്യങ്ങളാണ്. ചിലർ പ്രൊമോഷൻ അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നവരായിരിക്കും, ചിലർ സാലറി ഹൈക്കിന്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കുമുള്ള റിസൾട്ടാണ് ഈ വരുന്നത്. ഇത് ഏരീസ് സോഡിയക് സൈൻ ആണ്, അത് ടോറസ് ആണ്. സാലറി ഹൈക്ക് കിട്ടുമോ ഈ ഒരാഴ്ച? സാലറി ഹൈക്ക് കിട്ടുമോ? അല്ല, ലാക്ക് ഓഫ് ലോങ് ടേം സാലറി ഹൈക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് വർക്ക് വിതൗട്ട് റിസൾട്ട്സ് ആണ്. കുറച്ച് നാളും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത് സാലറി ഹൈക്കിന്, കേട്ടോ. അപ്പോൾ സാലറി ഹൈക്കൊന്നും വരാൻ ചാൻസ് ഇല്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിർത്തരുതെന്ന് പറയുന്നുണ്ട്. വിക്ടറി വരും നിങ്ങൾക്ക്, കേട്ടോ. 6 ഓഫ് വാൻസ് വരുന്നുണ്ട്. ഒരു വിക്ടറി നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത്ര വലിയ സാലറി ഹൈക്കൊന്നും വലിയ ഇതായിട്ട് കാര്യമായിട്ട് വരാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിർത്തണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ആഴ്ച സാലറി ഹൈക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവും? യെസ് ഓർ നോ ആണോ? യെസ് റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നിങ്ങൾ ട്രാൻസ്ഫറിന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലിയിൽ കൂടെയുള്ളവരോട് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മളൊരു ജോലിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിരിക്കണം. മറ്റുള്ളവരോട് ഒരു ടീം വർക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ നല്ലൊരു ടീം വർക്കർ അല്ല, ഒരു ടീമിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന മാനേജ്മെന്റിന് ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ. അത് നിങ്ങൾക്ക് പണിയാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് വേറെ എവിടെ പോയാലും ഇതേ സിറ്റുവേഷൻ തന്നെയല്ലേ നിങ്ങൾ തുടരാൻ പോകുന്നതെന്നാണ് മാനേജ്മെന്റിന്റെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങൾക്കൊരു എന്താ പറയുക, ചെറിയൊരു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാനുള്ള, ഇപ്പോൾ HRA അല്ല, ട്രാവൽ അലവൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്ത് നിങ്ങൾക്കൊന്ന് ട്രാവൽ ചെയ്യാനുള്ള ചിലപ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്ക്, നിങ്ങൾക്കൊരു സന്തോഷം, സമാധാനത്തിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, എന്താ പറയുക, ബ്രാഞ്ചിൽ പോയിട്ട് ആരോട് എന്തെങ്കിലും കുറച്ച് നാൾ അവിടെ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോ ഒക്കെ പോയിട്ട്, അതന്നെ വേറെ സ്റ്റേറ്റിൽ പോയിട്ട് നിങ്ങൾ ഇവരുടെ ഈ കമ്പനിയുടെ തന്നെ ബ്രാഞ്ചുകളിൽ കുറച്ച് നാൾ അവിടെ പോയി പഠിച്ചോട്ടെ എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ പറ്റും. പക്ഷേ ട്രാൻസ്ഫർ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അയച്ച ലെറ്ററിനുള്ള മറുപടി പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കും? നിങ്ങൾ അയച്ച ലെറ്ററിന് മറുപടി പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? അതൊരു പോസിറ്റീവ് ഇതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പോലെ, ഇപ്പം നമ്മളുടെ ന്യൂസ് മാധ്യമത്തിലൊക്കെ വരുന്നുണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പ്രശ്നം ഉണ്ടായിട്ട് എന്തോ കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് അതിനൊരു പോസിറ്റീവ് റിസൾട്ടൊക്കെ ഉണ്ടായി. പക്ഷേ അത് മാനേജ്മെൻറ്റിൻ്റെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം പ്രൈവറ്റ് കാര്യങ്ങൾ പബ്ലിക് ആക്കിയിരുന്ന ഒരു പ്രശ്നം ഉണ്ടാവാൻ വഴിയുണ്ട്. ആ ഡോക്ടറും പറയുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്. അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ, ഇത് നിങ്ങളുടെ സമയം മാറുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ലെറ്റർ അയച്ച് ചിലപ്പോൾ നിങ്ങളുടെ കൊളീഗ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മാനേജ്മെന്റിനെ കുറിച്ചോ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. അതിന് നിങ്ങൾക്ക് റിസൾട്ട് പോസിറ്റീവായിട്ട് വരുമെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തുമെന്ന് പറയുന്നുണ്ട്. കാരണം കൂടെയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അവരുടെ പുറകിൽ നമ്മൾ ലെറ്റർ അയക്കുക,
മാനേജ്മെൻറ്റിനെ അവരറിയാത്ത കാര്യങ്ങൾ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണിയാവും. അപ്പോൾ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇമോഷണലി നിങ്ങളുടെ കൊളീഗ്സൊക്കെ നിങ്ങൾക്ക് എതിരാവുമെന്ന് പറയുന്നുണ്ട്. അവരത് നേരെയാണ് കാണിക്കാൻ പോകുന്നത്. പരസ്യമായിട്ട് നിങ്ങൾക്ക് പണി തരുമെന്നാണ് പറയുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. പക്ഷെ നിങ്ങൾക്ക് ലെറ്ററിന് മറുപടി വരുന്നത് ഒരു പോസിറ്റീവ് മറുപടി ആയിരിക്കാം. ആവശ്യപ്പെട്ട സഹായത്തിന് നിങ്ങൾക്ക് സഹായം ലഭിക്കുമോ ഇല്ലയോ? നിങ്ങളൊരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആരോടോ, അതിന് സഹായം കിട്ടുമോ? യെസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാനുള്ള, ചിലപ്പോൾ നിങ്ങൾ ഒരു ബ്രാഞ്ച് മാറാനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, മാനേജ്മെൻറ്റ് സ്റ്റഡി ഉയർന്ന പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പഠിപ്പിക്കാനൊക്കെ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ MBA ആണെങ്കിൽ, അല്ല നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ MBA എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് കമ്പനി തന്നെ വിടുന്നത്, ചിലപ്പോൾ എബ്രോഡൊക്കെ വിടാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ഏത് കൺട്രിയിൽ പോകണം എന്നുള്ള ചോയ്സ്, ആ ഒരു ചോയ്സ് അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യേണ്ടത്. ആ ഒരു സഹായമാണ് നിങ്ങൾ ആരോട് ആവശ്യപ്പെട്ടുള്ളത്. ചിലപ്പോൾ മാനേജ്മെൻറ്റിനോടായിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹയർ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുള്ളപ്പോൾ ഇതിന് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണിത്. കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള, പൈസയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ഒരു 9 ഓഫ് പെൻറ്റിക്കിൾസ് ഹാർട്ട് ബ്രേക്ക് റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മാനസികമായിട്ട് ഇപ്പോൾ ആരോടെങ്കിലും റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ അത് ബ്രേക്ക് ആയപ്പോൾ കുറച്ചൊരു സംഘർഷമുണ്ട് മനസ്സിൽ, അതിനൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ആ ഒരു ഹെൽപ്പ് ആരോ ചെയ്യാനായിട്ട് റെഡിയാണ്. അത് ചിലപ്പോൾ ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും, നല്ല ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ മാനസിക നിലയിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു സഹായം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് നിങ്ങൾ, പക്ഷെ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഒരു എക്സാമ്പിളാണ് ഈ പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഇതന്നെ നല്ലതെന്നല്ല, ഓരോ എക്സാമ്പിളാണ് പറയുന്നത്. ഇതായിരിക്കാം നിങ്ങൾ ചോദിച്ചതെന്ന് ഞാൻ പറയുകയാണ്. പക്ഷെ നിങ്ങൾ എന്താണോ സഹായം അഭ്യർത്ഥിക്കുന്നത് ആ സഹായം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ കാർഡ്സ് അനുസരിച്ച് ഞാൻ ക്ലാരിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ റീഡിംഗ് ആണ് പറയുന്നത്. പിന്നെ പുതിയ സംരംഭം തുടങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ ആഴ്ച? പുതിയ സംരംഭം തുടങ്ങാൻ പറ്റുമോ? യെസ് എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും ഈ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ചിലപ്പോൾ ഈ പുതിയൊരു ബിസിനസ്സാണ് ഇത് കരിയർ ബിസിനസ്സാണ്, ജോലി ഒരു ജോബല്ല, ഒരു ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും. ചിലപ്പോൾ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാനായിരിക്കും നിങ്ങൾ, അതിനുള്ള സമയമാണോ ഇതെന്ന് വെച്ചപ്പോൾ ശരിയാണ്, അതിനുള്ള സമയമാണ്. നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. വളരെ കാൽക്കുലേറ്റീവായിട്ട് വേണം ചെയ്യാനായിട്ട്. പണനഷ്ടം ഉണ്ടാക്കരുത്, അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനെന്ന് പറയുന്നത്. പണനഷ്ടം ഉണ്ടാകില്ല, അതാണ് പറയുന്നത്. പണനഷ്ടമൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങൾ പൊതുവെ എല്ലാം ആലോചിച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണനഷ്ടം ഉണ്ടാകും. ഇത് പലരുടെ റീഡിംഗ് ആണ്, ഒരാളുടെ തന്നെ അല്ല. ഓരോ സിറ്റുവേഷൻ, ചിലപ്പോൾ ഒരാൾ ലെറ്റർ അയച്ചിട്ട് അയാളുടെ റിസൾട്ട് അറിയുമെന്ന് വെച്ചാൽ അയാൾ റീഡിംഗ് കാണുമ്പോൾ അയാൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിംഗ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ഏരീസ്, ടോറസ്, സ്കോർപ്പിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻ. ജെമിനായും ഉണ്ട് കൂടെ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിംഗ് ആയിരുന്നു അത്. ഇനി നമ്മൾ മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിംഗ് ആണ്. ഇത് നിങ്ങളുടെ ഈ ഒരാഴ്ചക്കുള്ള എനർജി എന്തായിരിക്കും നിങ്ങളുടെ കരിയറിൽ, അതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ആ കാണുന്നത് കേട്ടോ. ഒന്നാമത്തെ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്, മൂന്നാമത്തെ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് ഭഗവാനെ. ഇനി കാർഡ്സ് വരുമെന്ന് നോക്കാം. ഓക്കെ, ഒരു കാർഡ് കൂടെ വന്നിട്ടുണ്ട് ഭഗവാനെ.
അപ്പം 3 കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നമ്മൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. നമ്മളോട് ഇത് ചെയ്താൽ ശരിയാവുമോ, ഇത് ചെയ്താൽ തെറ്റാണ്, പണി വരുമോ എന്നൊക്കെ നമ്മൾക്ക് ദൈവം തോന്നിപ്പിക്കാറ്. നമ്മളെ കൺസൈൻസ്, മനസാക്ഷിയാണത്. അപ്പം അതിനെ ശ്രദ്ധിക്കുക, അതിനെ കേൾക്കാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. തേർഡ് ഐ ചക്ര നിങ്ങളുടെ ബ്ലോക്ക്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ചക്ര അൺബ്ലോക്ക് ചെയ്യണം. അതിന് മെഡിറ്റേഷനോ അതെന്താണെന്ന് വേണ്ട ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കണം. കാരണം കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മളുടെ എന്താ പറയുക, അത് മാത്രമായിരിക്കണം നമ്മളുടെ ഉദ്ദേശം. ഫലം വരുന്നത് ഈ പേഴ്സൻ്റെ അടുത്ത് തന്നെ വരണം എന്നില്ല, ദൈവത്തിൻ്റെ അടുത്ത് വരാം, വേറൊരാളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടാം. അപ്പം അതുകൊണ്ട് ഈ പേഴ്സണിൽ തന്നെ നമ്മൾക്ക് സഹായം കിട്ടണമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ഒരാഴ്ചത്തെ എനർജി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. നിങ്ങൾ മനസ്സിലാവുണ്ടോ? ഭയങ്കര എനർജി ആയിരിക്കും. പുതിയ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാം പിടിച്ചടക്കാനുള്ള ഒരു മനസ്സ്, ഒരു ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. എല്ലാത്തിനും കുതിച്ച് മുമ്പോട്ട് പോകും. ഭയങ്കര എനർജറ്റിക് എന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. അക്വയറിയസ്, ലിബ്ര, ജെമിനി സോഡിയക് സൈൻ ആണ്. അപ്പം ഇങ്ങനെ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് ഐഡിയ എടുത്ത് പെരുമാറണമെന്ന് നിങ്ങൾക്ക് അത്ര പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് പുറകിലേക്ക് നിൽക്കുക, ഒന്ന് ആ നിൽക്കുന്ന സ്ഥലത്തൊന്ന് ഉറപ്പിച്ച് ചവിട്ടുക. മനസ്സിലായി? കാരണം നിങ്ങൾ കുതിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരാഴ്ച നിങ്ങൾ കുതിപ്പിൻ്റെ ആഴ്ചയാണിത്. അപ്പം മുമ്പോട്ട് പോകണം, ഇപ്പം ഈ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും. പൂച്ചകൾ വച്ചെടുക്കുന്ന കേട്ടോ, നല്ല വീക്ക് കൊടുക്കാൻ തോന്നും ചിലപ്പോൾ അവന്മാരെ. പിന്നെ മൃഗങ്ങളല്ലേ, അവരോട് പറഞ്ഞാൽ അവർ ഇൻസ്റ്റിങ്ക്റ്റിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മളപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് അറിയില്ല. പിന്നെ അവരുടെ പുറകെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ക്ലാരിഫിക്കേഷൻ വന്നേക്കുന്നത് 3 ഓഫ് Wandsഉം 6 ഓഫ് Cups ആണ്. 6 ഓഫ് Cups എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഈ 3 ഓഫ് Wands എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് കാർഡാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനൊക്കെ അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പഴയ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. എന്തായാലും നിങ്ങൾ വളരെ അക്ഷമയോടെ, ഇവിടെ കുറേ അധികം ക്ഷമ നിങ്ങൾക്ക് വേണം. പക്ഷെ നിങ്ങൾക്ക് ക്ഷമ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കുതിക്കാനാണ്, അത് ഇപ്പം കിട്ടണം എന്നൊരു ചിന്ത വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ്, നിങ്ങൾക്ക് ഇപ്രാവശ്യം പ്രൊമോഷൻ കിട്ടുമോ ഇല്ലയോ, അതാണ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവുമോ ഇല്ലയോ, യെസ് ഓർ നോ, അതാണ് നമ്മൾ നോക്കുന്നത്. യെസ് ഓർ നോ ആണ് നോക്കുന്നത്. പ്രൊമോഷൻ, നിങ്ങൾക്ക് പ്രൊമോഷൻ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത ആൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ സ്ട്രെസ്സിൻ്റെ കാർഡ് വരുന്നുണ്ട്. കുറേ കാർഡ്സ് ഇവിടെ വന്നു. എനിക്ക് യെസ് ഓർ നോ കാർഡാണ്. ഓക്കെ, ഇത് തന്നെ എടുക്കാം. ഇത് ഭയങ്കര സ്ട്രെസ്സാണ്. ഇപ്രാവശ്യം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടില്ല. നിങ്ങൾ ഭയങ്കര ഈ ഒരു ഇമ്പൾസ്, ഒരു ഹൈപ്പർ ആകുമ്പോൾ തന്നെ നമ്മൾ ഉറക്കമൊക്കെ നഷ്ടപ്പെടും. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ അഡ്രിനലിൻ്റെ റഷാണത്. അപ്പോൾ അഡ്രിനൽ റഷ് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. ഭയങ്കര ഹൈപ്പർ ആയിരിക്കും നമ്മൾ. ആകെ മൊത്തം BP കൂടും, ആകെ പ്രശ്നം, ഉറക്കമില്ലായ്മ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ്റെ കാര്യം കിട്ടുമോ എന്ന് പറഞ്ഞത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷെ അത് ഇവിടെ നോ ആണ് പറയുന്നത്. ഇപ്രാവശ്യം പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അത് പക്ഷെ നിങ്ങൾക്കൊരു ടെൻഷനായിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് ഒരു വിക്ടറി കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ പ്രൊമോഷന് വേണ്ടി ചെയ്ത വർക്ക് പോരാന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. ഇനിയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കുറയ്ക്കണ്ട. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, കിട്ടാതിരിക്കുമ്പോൾ കിട്ടാമില്ല വെറുതെ എന്ന് ചിന്തിക്കരുത്. ഇനി കിട്ടിയില്ലേ എന്നാൽ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യും, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കണം എന്നാണ് പറയുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും ഇവിടെ കണ്ടില്ല. സാലറി ഹൈക്ക് കിട്ടുമോ നിങ്ങൾക്ക് ഈ പ്രാവശ്യം? ഈ ആഴ്ചയിൽ ഒരു സാലറി ഹൈക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, എനിക്ക് എക്സ്പെൻസ് കൂടി, അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ കൂട്ടിത്തരണമെന്ന്. ഇപ്പോൾ കോർപ്പറേറ്റ് ഇതിൽ ജോലി ചെയ്യുന്നവരെങ്കിലും ഇപ്പോൾ എന്താ പറയുക, മാസ ശമ്പളം എന്ന് വെച്ചാൽ നമ്മൾ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അവിടെ മാനേജറിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ വരും. ഇതിപ്പോൾ നമ്മൾ ഒരു കടയിൽ നിൽക്കുന്ന ആളാണെന്ന് വിചാരിക്കുക.
അപ്പോൾ സെയിൽസിൽ നിൽക്കുന്ന ഒരാളാണ് അവിടുത്തെ ഉടമസ്ഥനോട് പൈസ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഇത്തിരി പൈസ കൂട്ടിത്തരണം കാരണം ചിലവുകൾ കൂടി. ആ ആളുമാണ് റീഡിങ് കാണുന്നത്. ആർക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ. ഒരു കോർപ്പറേറ്റ് കൾച്ചറാണ്. കോർപ്പറേറ്റ് കൾച്ചറിൽ നമ്മൾക്ക് ഹൈക്ക് വർഷാവസാനം കിട്ടുന്നത്. മനസ്സിലായി? ഏപ്രിൽ മാസമൊക്കെ കഴിഞ്ഞാൽ അവരതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു ഹൈക്ക് ഒരു ഇത് വരും. അതിൻ്റെ പേ സ്കെയിൽ അനുസരിച്ചിട്ടാണ് നമുക്ക് ഹൈക്ക് വരിക. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വർഷങ്ങളെടുക്കും. ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം കിട്ടില്ല നമുക്ക്. അപ്പോൾ സാധാരണ ആളുകൾ അവർക്ക് അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സെയിൽസിൽ നിൽക്കുന്നവരാകുമ്പോഴത്തേക്കും മാനേജറോട് അല്ലെങ്കിൽ ഉടമസ്ഥനോട് എനിക്ക് സാറേ എനിക്കൊരു 500 രൂപ കൂട്ടിത്തരണം അല്ലെങ്കിൽ 1000 രൂപ കൂട്ടിത്തരണം എന്ന് പറഞ്ഞാൽ ആ പേഴ്സന്റെ മനസ്ഥിതി പോലെ ഇരിക്കും. മനസ്സിലായി? നല്ലോണം നമ്മളെ കൊണ്ട് നല്ലോണം സെയിൽസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ, അല്ലെ നല്ലൊരു സ്ത്രീയാണ് നിൽക്കുന്നത്, ഇപ്പം ബ്യൂട്ടി പാർലർ ആണെങ്കിൽ, തുണിക്കടയാണെങ്കിലൊക്കെ അവരുടെ കയ്യിലാണ് നമ്മളുടെ സാലറിയുടെ ഇത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അത് കിട്ടുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരാഴ്ച മേ ബി എന്നാണ് പറയുന്നത്. ഈ ഒരു എന്താ പറയാ, ഈ ഈ കാർഡ് പോകോ പൈസസ് ആണിത്. ഇത് ഈ എന്താ പറയാ, സ്വയം നമ്മൾ ഭയങ്കര നല്ലതാണ്, അയ്യോ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ 5 പ്രാവശ്യം നിസ്കരിക്കും. ഞാൻ എല്ലാ മതത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു മതത്തിനെ കുറിച്ചുമല്ല. നിസ്കരിക്കുന്ന ആളാണ്, ദൈവത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാണെന്ന് പറയുന്ന ആൾ പോലും ചിലപ്പോൾ ഭയങ്കര സ്വാർത്ഥതയുള്ള ആളുകളായിരിക്കും. നമ്മൾ ദൈവത്തിനോട് കൂടുതൽ അടുത്തവരാണെന്ന് ചിലപ്പോൾ നമുക്ക് അഹങ്കാരം കൂടും. മനസ്സിലായി? കാരണം നമ്മൾ ദൈവത്തിൻ്റെ തൊടൊപ്പം ഏകദേശം ദൈവത്തിൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ നമുക്ക് വരുന്ന പോലെ. ദൈവത്തിന് അഹങ്കാരമില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലല്ലോ നമുക്ക്. അപ്പോൾ ദൈവത്തിന് അത്ര വലിയ ശക്തിയുള്ള ഒരാളാകുമ്പോൾ എനിക്ക് ദൈവം സപ്പോർട്ടുണ്ട്, പിന്നെ ഞാൻ എന്തിനാ. അതുപോലെ ദൈവം എന്നെ ചൂസ് ചെയ്തു, എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നെ പോലെ പലരെയും ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം എൻ്റെ തലയിലില്ല. എന്നെ ചൂസ് ചെയ്തു, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വലിയ ആളാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പം എന്ത് ചെയ്യും? കുറച്ച് അഹങ്കാരം വരും. അപ്പം അങ്ങനത്തെ ഒരു എനർജിയുടെ അടുത്ത് നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടേണ്ടത്, ഈ ഹൈക്ക്. അതുകൊണ്ട് തന്നെ അവർ ഒരു തീരുമാനം എടുക്കാൻ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായി? ചിലപ്പോൾ അവരൊരു തീർത്ഥാടനത്തിലായിരിക്കും, ചിലപ്പം അമ്പലങ്ങളിൽ കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവമുള്ള ആളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ചോദിച്ച കാര്യം ഈ ആഴ്ച നടക്കും തോന്നുന്നില്ല. ഇവിടെ ഫുൾ കാർഡ് റിവേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിച്ച കാര്യം ഈ ആഴ്ച നടക്കാൻ, ഒരു സാലറി ഹൈക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. എന്നാലും പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ഭക്തി നമുക്ക് കാര്യങ്ങൾ നടത്തുന്നാലും. ചോദിച്ചിട്ടുണ്ട്, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ഏരീസ് ആണ് കാണിക്കുന്നത്, ഫുൾ കാർഡാണത്. അത് പക്ഷെ റിവേഴ്സ് ആണ് വരുന്നത്. ഡിലേ ഉണ്ടാവും, എടുത്തു ചാടി അവർ ഒരു തീരുമാനം പറയില്ല. ചിലപ്പോൾ അവരോട് പലരും ചോദിച്ചിട്ടുണ്ടാവും സാലറി ഒക്കെ, എല്ലാവർക്കും കൊടുക്കാനുള്ള പൈസ ഇവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണോ അത്യാവശ്യമുള്ള ആൾ അത് തീരുമാനിക്കാൻ അവർക്ക് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് സാലറിയുടെ കാര്യം പെൻഡിങ് ആയിരിക്കും. ട്രാൻസ്ഫർ കിട്ടുമോ, അതിനുള്ള ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകുമോ ഈ ആഴ്ച? യെസ് പറയുന്നുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം, ഇതിൽ കുറച്ചും കൂടെ നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ട്രാൻസ്ഫർ ശരിയാകും, പക്ഷെ കൂടുതൽ പണിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ചിലപ്പോൾ ഒരു എന്താ പറയുക, സൂപ്പർവൈസർ ആയിട്ടായിരിക്കും നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ അതൊരു സൂപ്പർവിഷൻ, ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി. എന്ന് വെച്ചാൽ 10 പേര് നമ്മുടെ ടീമിലുണ്ടെങ്കിൽ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന 10 പേരും 10 ക്യാരക്ടറായിരിക്കും. അവർക്ക് 10 സ്വഭാവമുള്ള ആളുകളുടെ കൂടെ ആണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. അവരെല്ലാം ഒരേ ലെവലിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ മാനേജ് ചെയ്യുന്നത്. തലവേദനയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ കുറച്ചൊന്ന് തലവേദന പിടിച്ച ഒരു സ്ഥലത്തേക്കാണെന്ന് പറയുന്നുണ്ട്. കുറച്ച് എടുത്തുചാട്ടമുള്ള, ചിലപ്പോൾ ഒരു ട്രെയിനറായിട്ടായിരിക്കും നിങ്ങൾ പോകേണ്ടത്. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു തലവേദനയായിട്ട് മാറാൻ വഴിയുണ്ട്. പക്ഷേ നിങ്ങൾ ശാന്തത കൈവെടിയരുത്, വളരെ മെച്ചുവേർഡായിട്ട് അതിനെ ഡീൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ 6 ഓഫ് വാൻഡ്സ്, ഇതൊരു ട്രാൻസ്ഫർ അല്ല കേട്ടോ. ട്രാൻസ്ഫർ അല്ല, താൽക്കാലികമായിട്ട് നിങ്ങൾ എവിടെയോ വിടുന്നതാണ്. ഓക്കെ, ട്രാൻസ്ഫർ എന്ന് അതിലല്ല. ഇത് ട്രാൻസ്ഫർ പോലെയാണ് ഇത്, കാരണം ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറെ ബ്രാഞ്ചിലേക്ക് പോകുന്നു. പക്ഷേ അത് താൽക്കാലികമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അയച്ച ലെറ്ററിനുള്ള മറുപടി പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ മിക്കവാറും നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് കിട്ടാനുള്ള ചാൻസ് ഇല്ല ഈ ഒരാഴ്ച. ഇവിടെ നിങ്ങൾ ആ റെസ്പോൺസ് കിട്ടുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ലെറ്റർ കിട്ടിയിരിക്കുന്ന ആൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും നിങ്ങളിൽ. എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു മദർ ഓഫ് വോൺസ് കാണിക്കുന്നുണ്ട്. മദർ ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെൽഫിഷായ എനർജിയാണ്. അപ്പോൾ ഇവിടെ നല്ല മറ്റുള്ള ഒരു ഇമോഷണൽ ഒരു, ഇപ്പം ഭാര്യ ഒരു സ്ഥലത്ത്, ഭർത്താവ് ഒരു സ്ഥലത്ത്, കൊച്ചുങ്ങളെ നോക്കാനായിട്ട് ആരുമില്ല.
മനസ്സിലായി. അപ്പോൾ അതൊരു ഭാര്യ ലീവ് എടുത്തിരിക്കുന്നു, ഭർത്താവ് ലീവ് എടുത്ത് ഭയങ്കര ടെൻഷനാണ്, കൊച്ചുങ്ങളുടെ പഠിത്തം മുടങ്ങുന്നു. പക്ഷെ അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ, അത് മനസ്സിലാക്കാനുള്ള മനസാക്ഷിയുള്ള ഒരാൾ വേണ്ടേ? ഈ നിങ്ങൾ ലെറ്റർ അയച്ചേക്കുന്നത് അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലാത്തൊരു എനർജിയാണ്, വളരെ സെൽഫിഷായ എനർജിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെന്റ് വരാൻ ചാൻസ് ഉണ്ട് ലെറ്ററിന് മറുപടി. ആവശ്യമായിട്ട് ഇതൊക്കെ ഞാൻ എക്സാമ്പിൾ പറയാനുണ്ട്, ഇത് തന്നെ ആവണമെന്നില്ല സിറ്റുവേഷൻ. പക്ഷെ യെസ് ഓർ നോ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത്. പിന്നെ ആവശ്യമായിട്ട് നിങ്ങൾ ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സഹായം കിട്ടുമോ ഇല്ലയോ? യെസ്, കിട്ടും. അത് നല്ല സഹായമാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടാനും നിങ്ങളുടെ കൊളീഗ്സ് എല്ലാം കൂടെ നിങ്ങളെ ചിലപ്പോൾ ഒരു വീട് ഷിഫ്റ്റിംഗ് ആയിരിക്കും, അതിന് നിങ്ങളൊരു സഹായം ചോദിച്ചിട്ടുണ്ടാവും. എനിക്ക് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ കൂട്ട് വേണം എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇതിനകത്ത് ഒരു സെൽഫിഷ് ഓപ്പർച്യൂണിറ്റി കാണുന്ന കുറച്ച് പേരുണ്ടാവും കേട്ടോ, കുറച്ച് കണ്ണിങ് ആയിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10 രൂപ വന്നു കഴിഞ്ഞാൽ 30 രൂപയുടെ റെസ്പോൺസ് പ്രതീക്ഷിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അതുപോലത്തെ ആളുകളും ഉണ്ടാവും ഇതിനിടയിൽ. നിങ്ങൾ പലരോടും ചോദിച്ചിട്ടുണ്ടാവും സഹായം കിട്ടും എന്തായാലും. പക്ഷെ അവിടെ ഒരു സെൽഫിഷ് മോട്ടീവ് ഉണ്ടെന്നാണ് പറയുന്നത്. സഹായം കിട്ടും, പക്ഷെ കുറച്ചൊരു കണ്ണിങ്നെസ് ഉള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും സഹായം തരാൻ പോകുന്നത് നിങ്ങൾക്ക് കേട്ടോ. ആരോടാണോ സഹായം ചോദിച്ചിട്ടുള്ളത്? ബാങ്ക് ലോൺ ആണോ എന്താണ് എന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും അവിടെ ഒരു ആലോചിച്ചിട്ട് വേണം സഹായം എടുക്കാൻ എന്ന് പറയുന്നത്. സഹായം കിട്ടും, പക്ഷെ അത് നല്ലോണം ആലോചിച്ചിട്ട് വേണം സഹായം എടുക്കാൻ എന്ന് പറയുന്നുണ്ട്. പുതിയ സംരംഭം, ഇത് പിന്നെ കരിയർ, പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. പുതിയ സംരംഭം തുടങ്ങാനാണ്. ഇപ്പൊ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഒരു സൈഡായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ആഴ്ച എന്തെങ്കിലും നടക്കൂ? യെസ് എന്ന കാർഡ് നോ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ആഴ്ച എന്തെങ്കിലും തുടങ്ങിയാൽ തന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി വന്നാൽ നിങ്ങൾക്ക് അതിനോട് കംപ്ലീറ്റ് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇത് എന്താണ് ഈ കാര്യം, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോരേന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. കാരണം ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഈ ജോലിയിൽ. പുതിയ സംരംഭത്തിന് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ തുടങ്ങിയാലും ഇത് വലിയ ഗുണത്തിൽ വരില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ 10 ഓഫ് പെന്റക്കിൾസ് ആണ് ആഗ്രഹിക്കുന്നത്, അങ്ങോട്ട് എത്തില്ല എന്നാണ് പറയുന്നത്. അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനും അത്രയും സമയം സ്പെൻഡ് ചെയ്യാനും നിങ്ങളുടെ അടുത്ത് ഇല്ല. അപ്പം ഈ ആഴ്ച നിങ്ങളൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ഗുണത്തിൽ വരില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ, കാരണം ഫ്യൂച്ചർ നന്നാവണമെന്ന് വെച്ചിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ട പ്രാരംഭ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ പണിയാവും എന്ന് പറയുന്നുണ്ട്. സോഡിയാക് സൈൻ അങ്ങനെ വലിയ കാര്യമായിട്ട് സ്ട്രോങ് സോഡിയാക് സൈൻ വന്നില്ല. ഇവിടെ ഒന്നുമില്ല സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ. അക്വാരിയസ്, ഏരീസ്, പിന്നെ വെർഗോ, പൈസീസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതോടുകൂടി ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ വേണ്ട, സമയം കളയുന്നില്ല നിങ്ങളുടെ. ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് ക്ഷമയോട് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും തന്നനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.